എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സീറം, ഫേസ് സീറം, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് സീറം എങ്ങനെയാണ് ഉണ്ടാക്കുക ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വളരെ സിമ്പിളാണ്. ഈ ഒരു സീറം ഞാൻ ഫ്ലാക്സ് സീഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫ്ലാക്സ് സീഡിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് നിറയെ പേർക്ക് അറിയാം. എന്താ പറയുക, നമ്മൾ മുടിക്കും നല്ലതാണ്, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും നല്ലതാണ്, സ്കിൻ വൈറ്റനിങ്ങിനും, പിന്നെ അതേപോലെ തന്നെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാനൊക്കെ പറ്റിയൊരു സീറമാണിത് ഫ്ലാക്സ് സീഡ് കൊണ്ട്. അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി ഈ ഒരു ഫ്ലാക്സ് സീഡ് സീറം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനു മുന്നേ എന്നെ അല്ലെങ്കിൽ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ എന്ത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഈ ഫ്ലാക്സ് സീഡ് സീറം, ഫേസ് സീറം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഫ്ലാക്സ് സീഡ് എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാണ് പാക്കറ്റിൽ, സാധാരണ പാക്കറ്റിലാണ് വരിക. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയണതാണ്, എല്ലാവരും വാങ്ങിക്കുന്നതാണ്. അപ്പോൾ മുടിക്കും സ്കിന്നൊക്കെ വളരെ നല്ലതാണ് ഫ്ലാക്സ് സീഡ്. അപ്പോൾ ഇതിൽ ഒമേഗ 3, പിന്നെ ഫാറ്റി ആസിഡ്സ്, അങ്ങനെ ധാരാളം ഗുണങ്ങളുണ്ട് ഈ ഫ്ലാക്സ് സീഡിൽ. അപ്പോൾ നമുക്ക് ഇതിന് വളരെ കുറച്ച് മാത്രം ഫ്ലാക്സ് സീഡ് മതി. ഇനി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഫ്ലാക്സ് സീഡ് ഇടാം. അപ്പോൾ ഞാനൊരു 1.5 സ്പൂണ് ഫ്ലാക്സ് സീഡ്, 1.5 ടേബിൾ സ്പൂണ് ഫ്ലാക്സ് സീഡാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇതൊരു മുങ്ങാനുള്ള അളവ് അത്രയും വെള്ളം ഒഴിക്കേണ്ട. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റവിൽ വെക്കാം. അപ്പോൾ സ്റ്റവിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ആ വെള്ളം ഒന്ന് മാറി കുറച്ചൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു പരുവം വരും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ആ ഒരു പരുവായി വരുന്നുണ്ട്. അതേ ഒരു വിധം ആയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ചെറുതായിട്ടൊരു സ്റ്റിക്കി ആയിട്ട് ഉള്ള ഒരു പരുവം പോലെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ചെറുതായിട്ടൊന്ന് തണുക്കണം. തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി അത് തിക്കാവും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഫ്ലാക്സ് സീഡ് ഇപ്പോൾ തിളപ്പിച്ചത് നന്നായിട്ട് ചൂടാറിയിട്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വെള്ളം. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്കിതൊന്ന് അതിൻ്റെ ആ ഒരു ജെല്ല് മാരത്തെ അത് നമുക്ക് തനിയെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു വൈറ്റ് ഒരു മസ്ലിൻ തുണിയിൽ ഇത് ഒഴിച്ചിട്ട് അതിൻ്റെ ജെല്ല് മാത്രം നമുക്ക് തനിയെ പിഴിഞ്ഞ് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു തുണിയിൽ ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കണതാവും കുറച്ചും കൂടി ഭേദം. എന്നാലേ കുറച്ച് എളുപ്പത്തിൽ നമുക്ക് ആ ഒരു ജെല്ല് വരുള്ളൂ. അരിപ്പയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് അധികം നേരമാവും, കാരണം ആ അരിപ്പയുടെ ഉള്ളിൽ കൂടി ആ ജെല്ല് വരുന്നെങ്കിൽ കുറച്ച് സമയമാവും. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അതെ നമുക്ക് ആ ഒരു നല്ലൊരു ജെല്ല് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു വിറ്റമിൻ ഇ ഓയിലാണ്. അപ്പോൾ ക്യാപ്സ്യൂളാണെങ്കിൽ EV1 ക്യാപ്സ്യൂൾ 2 ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം, കാരണം അത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിക്കണം. എന്നിട്ട് ഇതുപോലത്തെ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൽ നമുക്ക് ഈ ഫ്ലാക്സ് സീഡ് സീറം ഒഴിച്ച് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് കിട്ടും, നല്ലൊരു ജെല്ല് പോലെ ഒരു പരുവത്തിന് കിട്ടും. എന്നിട്ട് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനായിട്ട്, റൂം ടെമ്പറേച്ചറിൽ വെക്കണ്ട. അപ്പോൾ അതേ നമ്മുടെ ഫ്ലാക്സ് സീഡ് സീറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ കുറേ കാലത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്വാണ്ടിറ്റി. ഇനി നമുക്ക് ഈ സീറം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടി നോക്കാം. സോ നമ്മുടെ സീറം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ റെഡി ആക്കിയിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സീറം പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഒരു ഷെൽഫ് ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 5 to 6 മാസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലോ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. സീറം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം.
എടുത്തിട്ടുണ്ട്. ഞാനൊരു ഇതേപോലെ ഒരു ഫില്ലറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചെടുക്കുക. കുറച്ചെടുത്തിട്ട് ഇപ്പോൾ വളരെ നല്ലൊരു സീറമാണ്. ഞാനിപ്പോൾ കുറച്ച് കാലമായി ഞാൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതിലങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, വേറെ മണമൊന്നുമില്ല. ആ ഒരു ഫ്ലാക്സീഡിൻ്റെ ആ ഒരു മണം തന്നെയുള്ളൂ. അപ്പോൾ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കഴിഞ്ഞാൽ രാത്രി നമുക്ക് കിടക്കാൻ നേരത്തെ കിടക്കുന്നതിന് മുന്നേ നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യാം. നമ്മുടെ ഒരു നൈറ്റ് റൊട്ടീനായിട്ട്, നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനായിട്ട് നമുക്കിത് ചെയ്യാം. അപ്പം അങ്ങനെ ഗ്രീസി ആയിട്ടുള്ള ഇതൊന്നല്ല. അത് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അത് നമുക്ക് മുഖത്ത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പം ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലിപ്പോൾ ഫ്ലാക്സീഡ്, ഇപ്പോൾ മുടിക്കൊക്കെ വേണ്ടിയിട്ട് ഫ്ലാക്സീഡൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് കുറച്ച് 2 സ്പൂൺ ഫ്ലാക്സീഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. പിന്നെ ഇതിൽ വിറ്റമിൻ ഇ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇവിയോൺ ക്യാപ്സ്യൂൾസ് നമുക്ക് കടയിൽ വാങ്ങിക്കാനും കിട്ടും, എല്ലാവരുടെ അടുത്തും ഉണ്ടാവും. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഫ്ലാക്സീഡ് ഫേസ് സീറം ഉണ്ടാക്കാൻ പറ്റും. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോയിൽ വിറ്റമിൻ സി സീറം ഉണ്ടാക്കാനും പിന്നെ അതേപോലെ തന്നെ ബീട്രൂട്ട് സീറം ഉണ്ടാക്കാനും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഞാൻ റെഗുലറായിട്ട് ഈ 3 സീറം തന്നെയാണ് മാറ്റിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ബാച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരെണ്ണം ബീട്രൂട്ടോ. ഇതിപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ബീട്രൂട്ട് അല്ലെങ്കിൽ വിറ്റമിൻ സി, അതായത് ഇപ്പോൾ ഈ ഓറഞ്ച് കിട്ടുന്നതിനനുസരിച്ച് ഉണ്ടാക്കും, അല്ലെങ്കിൽ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അതുണ്ടാക്കും. അപ്പോൾ ഈ ഒരു 3 മാറിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സീറമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.